ഹായ് ഫ്രണ്ട്സ്, ഇന്ന് +2 ബയോളജി സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലേക്കായിരിക്കും. സോ മെഡിക്കൽ ഫീൽഡ് എന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാ സ്റ്റുഡൻസിന്റെയും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് MBBSിലേക്കായിരിക്കും അല്ലെ. സോ ഇന്ത്യയിൽ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് MBBS എടുക്കാൻ രണ്ട് ഓപ്ഷൻ ആണല്ലേ ഉള്ളത്. ഒന്നെങ്കിൽ ഇന്ത്യയിൽ MBBSന് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ എബ്രോഡ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമുക്ക് MBBSന് അഡ്മിഷൻ എടുക്കാം. സോ ഇന്ന് നമുക്ക് നമ്മുടെ ചാനലിലൂടെ MBBS എബ്രോഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊന്ന് ചെക്ക് ചെയ്താലോ. ഇന്ന് MBBS എബ്രോഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ബയോളജി സയൻസിന് 50% മാർക്കോട് കൂടിയിട്ട് സ്റ്റുഡന്റ് പാസ് ആയിട്ടുണ്ടായിരിക്കണം. ഇത് കൂടാതെ നീറ്റ് എക്സാം കമ്പൽസറി ആണ്. എബ്രോഡുള്ള എല്ലാ കൺട്രീസിലും തന്നെ നീറ്റ് എക്സാം കമ്പൽസറി ആണ്. നീറ്റ് എക്സാം കമ്പൽസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നീറ്റ് എക്സാം കമ്പൽസറി ആക്കിയിട്ടുള്ളത്. അതായത് ജസ്റ്റ് ക്വാളിഫയിങ് മാർക്ക് ആണെങ്കിലും നീറ്റ് എക്സാം കമ്പൽസറി ആണ്. ദെൻ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. വിച്ച് മീൻസ് യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി ഡീറ്റെയിൽസ്, സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ, ദെൻ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, ദെൻ വരുന്നത് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ. വിച്ച് മീൻസ് ഫാക്കൽറ്റി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ. ഇതെല്ലാം കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണ്. ഈ ഇന്ത്യൻ സ്റ്റുഡന്റ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണ്. സോ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ഫുള്ളി ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നിങ്ങൾക്ക് നോക്കേണ്ടത് ട്രാവലിംഗ് ഡീറ്റെയിൽസ്. ഇന്ത്യയിൽ നിന്നുമാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് എത്രയാണ് വരിക, ഫ്ലൈറ്റ് ചാർജസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ക്യാപിറ്റൽ സിറ്റി, ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ് എങ്ങനെയാണ് വരുന്നത്, കറൻസി എങ്ങനെയാണ്, കറൻസി റേറ്റ് എങ്ങനെയാണ് വരുന്നത്. ദെൻ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് ഓഫ് കോഴ്സ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഹോസ്റ്റൽ ആൻഡ് ഫുഡ് ഡീറ്റെയിൽസ്. ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളൊരു കൺട്രി ചൂസ് ചെയ്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റി MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ എങ്ങനെയാണെന്നുള്ളത്. അതായത് നിങ്ങളെ ഹോസ്പിറ്റലിലെ ബെഡ് സ്പേസ് എങ്ങനെയാണ്, നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള ഹോസ്പിറ്റലാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഈ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ഇരിക്കുന്ന സ്ഥലവും ഹോസ്പിറ്റലും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ബിക്കോസ് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരു സിസ്റ്റം പോലെ 9 to 5 ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല എബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റികളിലും MBBSന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ലാസും കാര്യങ്ങളും വരുന്നത്. തിയറി സെക്ഷൻ ആണെങ്കിലും പ്രാക്ടിക്കൽ സെക്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. സോ ഈ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ MBBS എബ്രോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു കൺട്രി ചൂസ് ചെയ്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടോ സിറ്റീസിനെ പറ്റിയിട്ടോ ചെക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇതിനെല്ലാം മുന്നേ നിങ്ങളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നല്ലേ. FMGL റെഗുലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ടു ടേക്ക് MBBS എബ്രോഡ്. അതായത് 2021 നവംബർ 18 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയ ഒരു ഗസറ്റില് കുറച്ച് നോംസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺട്രിയിലേക്ക് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നിന്നും MBBS സ്റ്റുഡൻസിന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ പോകുന്ന സ്റ്റുഡൻസിന് മാത്രമേ തിരിച്ച് ഇന്ത്യയിൽ ഡയറക്റ്റ് വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ ഒരു കാര്യം നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. ഇത് കൂടാതെ മെയിൻലി ഇന്നത്തെ സമയത്ത്, അതായത് കറന്റ് 2025 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ക്രൈം റേഷ്യോയുടെ കാര്യം. അതായത് നമുക്കറിയാലോ നമ്മുടെ ഉക്രൈൻ റഷ്യൻ വാർ നടന്നതിന് ശേഷം MBBS ഉക്രൈനിലും റഷ്യയിലും പോയി പഠിച്ച സ്റ്റുഡൻസിന്റെ സിറ്റുവേഷൻസിനെ പറ്റി നമുക്കറിയാലോ. സോ ഏതൊരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്തും അവിടുത്തെ ക്രൈം റേഷ്യോയുടെ കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ MBBS എബ്രോഡ് ചൂസ് ചെയ്യുക. അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ്, അവിടെ എന്തെങ്കിലും ക്രൈം ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ MBBS എബ്രോഡ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് MBBS എബ്രോഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ത്രൂ ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഏജൻസി ത്രൂ മാത്രം അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ MBBS എബ്രോഡിനെ പറ്റിയിട്ടും യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടും കൺട്രി ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും ഒക്കെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സൈറോ എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.